അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ +2 കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കീൻ എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും വീട്ടിലുള്ള ടോപ്പിക്കാണ് റിയാക്ഷൻ മെക്കാനിസം. മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. നമുക്കറിയാം ഈ മെക്കാനിസം പ്രൊസീഡിങ് രണ്ട് മെക്കാനിസം ഉണ്ട്. ഒന്ന് SN1 ഒന്ന് SN2. അതെല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലാർ റിയാക്ഷൻ, അഥവാ SN2 നമുക്ക് വിളിക്കാം. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, റിയാക്ഷൻ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന CH3Cl എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട്. ഈ OH- എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോഫൈലാണ്. ഇതിനകത്ത് നടക്കുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹാലോ ആൽക്കീൻ ഉണ്ടാവുമല്ലോ, ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോ ആൽക്കീൻ, ഇതിനകത്തുനിന്ന് ഈ ഹാലജനെ തട്ടി പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് ഹാലജൻ്റെ സ്ഥാനത്ത് ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ ഹാലജനെ തട്ടിയിട്ട് ന്യൂക്ലിയോഫൈൽ വന്ന് ഉദ്രിക്കണം ആ സ്ഥലത്ത്. അതിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ നോക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. ഈ പേര് തന്നെയുണ്ട്, ബൈമോളിക്കുലാർ. ദാറ്റ് മീൻസ് മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 2. മോളിക്കുലാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് +2 കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടി, മോളിക്കുലാരിറ്റി 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ നോക്കാം. ഈ CH3Cl എന്ന് പറഞ്ഞുള്ള ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് OH- കയറ്റണം ഈ Clൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നടക്കുന്ന നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ OH- ഉണ്ടല്ലോ, നമുക്കതൊന്ന് കട്ട് ചെയ്ത് എഴുതാം. ഈ CH3 ഇല്ല, ആ ബോണ്ടാക്കി നമുക്ക് എഴുതാം. എങ്ങനെ C, ഓരോ H ഇങ്ങനെ സൈഡിലുണ്ടാവും, ഒരു Cl, അങ്ങനെ 4 കാർബണിൻ്റെ വാലൻസി നമുക്കറിയാമല്ലോ, 4 OH നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, OH-. അപ്പോൾ കിട്ടും എങ്ങനെയാണ്, ഇവിടെ ഈ Clൻ്റെ ബോണ്ടില്ലേ, Clലും കാർബണുമായിട്ടുള്ള ഈ ബോണ്ട് അത് മെല്ലെ ഇങ്ങനെ ഡിസോസിയേറ്റ് പോകും. എന്നിട്ട് എങ്ങനെ എന്ത് ചെയ്യും, ഈ OH- നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അറ്റാക്ക് ചെയ്യുക. ഒരിക്കലും നേരെ ക്ലോറിൻ്റെ നേരെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല, ക്ലോറിൻ തമ്മേക്കൂല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ്റെ സ്ഥലമില്ലേ ഓപ്പോസിറ്റ് സൈഡ്, അവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ ഈ ക്ലോറിൻ്റെ ബോണ്ട് ഇങ്ങനെ ഡിസോസിയേറ്റ്, ഇങ്ങനെ ക്ലോറിൻ ഒഴിവാക്കും. ആരെ കയറ്റു, OH-നെ കയറ്റു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, റെഡിക്കതായി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഓപ്പോസിറ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ കോൺഫിഗറേഷൻ അങ്ങ് മാറും. ആദ്യം ഈ HLO ഇടത്തെ സൈഡിലല്ലേ കൊടുത്ത്, ഇങ്ങേപ്പുറം വരുന്നേരം കണ്ട വലത്തെ സൈഡിലായി പോകുന്നുണ്ടാ, മാറുന്നുണ്ട്. കോൺഫിഗറേഷൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടാണ് OH അറ്റാക്ക് ചെയ്യുന്നുള്ളത് ആലോചിക്കും. അപ്പോൾ നമുക്കൊരു പോയിന്റ് കൂടി കിട്ടി, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തു, തിരിച്ചിട്ട്. മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കും. ഈ ബോണ്ട് ഇങ്ങനെ ക്ലോറിൻ്റെ ബോണ്ട് ഉണ്ടാകും, ഡിസോസിയേറ്റ് ഇങ്ങനെ പോകും. OH-ൻ്റെ അത് കുറച്ച് സ്ട്രോങ് ആയി വരും. അവസാനം ഈ റിയാക്ഷൻ കഴിഞ്ഞതോടുകൂടി OH തട്ടിപ്പോവും. OH വേറെ പോയി, OH അല്ല, ക്ലോറിൻ തട്ടിപ്പോവും. ക്ലോറിൻ വേറെ പോയി, OH ഈ കോമ്പൗണ്ടോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ റിയാക്ഷൻ. ഇത്രയാണ്, സിമ്പിൾ സാധനമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇത് പറയാം, പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാം. പിന്നെ ഈ തട്ടിപ്പോയ ചങ്ങായി ഉണ്ടല്ലോ, ഈ ക്ലോറിൻ, ഈ നമ്മൾ ലീവിങ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ലീവായിട്ട് പോയ ഈ കോമ്പൗണ്ടിനകത്ത് ലീവായിട്ട് പോയെന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് വേഗം ഒന്നുമില്ല, സിമ്പിൾ. ഈ മൊത്തം പരിപാടി നടന്നത് ഒറ്റ സ്റ്റെപ്പിലാണ്. അതായത് CH3Cl ഈ കോമ്പൗണ്ടിനകത്ത് ഓപ്പോസിറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, അത് OH, ക്ലോറിൻ തട്ടിപ്പോകും. ഇത്രയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന സിംഗിൾ സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പാണ്. ഇത്രയാണ്, സിമ്പിൾ. പിന്നെ പറയുന്നതാണ് ഇവിടുത്തെ
പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോളിക്കുലാരിറ്റി 2 ആണ്. ഈ പേര് തന്നെ ഉണ്ട് ബൈ മോളിക്കുലാരിറ്റി. നമ്മൾ നോക്കി നോക്ക്, CH3Cl OH രണ്ടും വേറെ വേറെ സാധനങ്ങൾ റിയാക്ടൻസിൻ്റെ അകത്ത്. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ആണ്. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി 2 ആണെങ്കിൽ ഓർഡർ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ആയിരിക്കും, റിയാക്ഷൻ്റെ ഓർഡർ എന്നുള്ള മനസ്സിലാക്കി നോക്കും. പിന്നെ പറഞ്ഞ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട റിയാക്ടിവിറ്റീൻ്റെ ഓർഡർ ഇതിങ്ങനെയാണെന്നുണ്ടാവുക. CH3 ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ഇതെല്ലാം പഠിച്ചു നോക്കുക. പിന്നെ വേണ്ടതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈഡ്. ഇവിടെ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ, CH3Cl എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയോഫൈലായ OH മൈനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓർഡർ സെക്കൻഡായി പോയത്, മോളിക്കുലാരിറ്റി സെക്കൻഡായി. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ റിയാക്ഷനകത്തുള്ള എല്ലാ സാധനങ്ങളും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും. നോക്കി എഴുതി പഠിക്കും. ഓക്കെ, അടുത്ത നമുക്ക് പോവാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ യൂണിമോളിക്കുലർ റിയാക്ഷൻ അഥവാ SN1 റിയാക്ഷൻ്റെ അകത്ത് 2 സ്റ്റെപ്പായി നടക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ സിമ്പിളായിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് അല്ല. അവിടെ നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ച് ഇവിടെ SN2 ഇല്ല. ഇവിടെ നമ്മൾ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നത്. അഥവാ അറിയാലോ, അതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് കൊടുത്തിട്ടുണ്ട്. ബൾക്കി ഗ്രൂപ്പാണ് ഓപ്പോസിറ്റ് സൈഡിലെന്ന് ആലോചിച്ച് നോക്കുക. ഹൈഡ്രജൻ സിമ്പിൾ ഹൈഡ്രജൻ അല്ല, CH3 ആണുള്ളത്, ബൾക്കി ഗ്രൂപ്പാണ്. അപ്പം പോയിട്ട് സൈഡ് വൈസായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അതാലോചിച്ച് നോക്കും. അപ്പോൾ ഈ ഒരു ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് വെച്ചാൽ ഈ ക്ലോറിൻ ഒഴിവാക്കണമല്ലോ, എന്നാലേ OH കയറ്റാൻ പറ്റും. സൈഡ് വൈസായിട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, നേരെ പോയി അറ്റാക്ക് ചെയ്യണം. അതിന് ഈ ക്ലോറിൻ ആദ്യം തട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ ക്ലോറിനും മറ്റേ കാർബണുമായിട്ട് ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് നടത്തും. അതായത് ബോണ്ട് ബ്രേക്കിംഗ് നടത്തും. ഈ ക്ലോറിനും കാർബണും ഇല്ലേ, അതിൻ്റെ അകത്ത് ബോണ്ട് അങ്ങ് പൊട്ടണം. അപ്പോൾ അതാണ് ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് നടത്തുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇലക്ട്രോണ് ആര് കൊണ്ടുപോകും? ക്ലോറിൻ കൊണ്ടുപോകുന്നത് അർത്ഥം. അത്രയാണ് ഹെട്രോലിപ്റ്റിക് ക്ലീവേജ്. നമ്മൾ +1 പഠിച്ച അത് നോക്കുക, അത്രയാണ് കംപ്ലീറ്റ്. ഇത്ര മാത്രം ആലോചിച്ചാൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ആര് കൊണ്ടുപോകും? ക്ലോറിൻ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഈ ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് അങ്ങ് നടത്തും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, വലിയ പരിപാടി നടത്തും. അപ്പോൾ അങ്ങനെ എന്താവും? ഈ CH3 ഇത് പ്ലസ് ആവും, മറ്റേത് ക്ലോറിനാണല്ലോ കൊണ്ടുപോയേ ഇലക്ട്രോണാണ്. നെഗറ്റീവ് കൊടുത്തതാരാ? കാർബൺ. പോസിറ്റീവ്. അങ്ങനെ ഇവിടെ കിട്ടുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് കാർബോകാറ്റയോൺ. ക്ലോറിൻ തട്ടി കാർബോകാറ്റയോൺ മാത്രം ഒറ്റക്കായി. ഇനി നമുക്ക് OH അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പരിപാടി ഇല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ അകത്ത് OH വന്നിട്ടുണ്ട്. കാർബോകാറ്റയോൺ പോസിറ്റീവ് ചാർജ്, OH നെഗറ്റീവ് ചാർജ്. നമുക്ക് ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജാണെന്നുള്ളത് OH. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് ഫാസ്റ്റായിട്ട് നടക്കും, വളരെ ഫാസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു സെൻറ്റൻസ് പോലെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് സ്ലോ ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫോമിങ് കാർബോകാറ്റയോൺ. അടുത്ത സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് ഫാസ്റ്റ് കോമ്പിനേഷൻ ഓഫ് കാർബോകാറ്റയോൺ വിത്ത് ന്യൂക്ലിയോഫൈൽ ടു ഫോം പ്രൊഡക്റ്റ്. ഇത്രയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, പറഞ്ഞല്ലോ, ഹീലിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് വേഗം കിട്ടും പ്രോപ്പർട്ടീസ്. 2 സ്റ്റെപ്പിലാണ് വന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഡബിൾ സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. സിമ്പിളിൽ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഓരോ സ്റ്റെപ്പിൽ ഓരോരോ ആൾക്കാരാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ട ഈ സ്ലോ പ്രോസസ്സിലാണ് നമ്മൾ നോക്കുക. ഈ മോളിക്കുലാരിറ്റിയോ ഓർഡറൊക്കെ നോക്കുക. സ്ലോ പ്രോസസ് അഥവാ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കൂടി ആലോചിച്ചു. SN1ൻ്റെ കേസിൽ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ SN1ൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ മോളിക്കുലാരിറ്റി ഒറ്റൊരു കോമ്പൗണ്ട് അല്ലേ ഉള്ളൂ അവിടെ, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മോളിക്കുലാരിറ്റി 1 ആണ് അവിടെ, ഫസ്റ്റ് ഓർഡറാണ്. അതായത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഈ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ റേറ്റ്. വേറെ ഇതില്ലാലോ, ന്യൂക്ലിയോഫൈൽ ഇല്ലാലോ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇല്ലാലോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഈ റിയാക്ഷൻ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ റിയാക്ടിവിറ്റി ഓർഡറാണ്. റിയാക്ടിവിറ്റി ഓർഡർ അറിയാലോ, അവിടെ CH3Cl ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ഇവിടെ നേരെ തല തിരിച്ചിട്ടോ, ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3Cl. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ.
പിന്നെ ഒരു കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനില്ല, ഒന്നുമില്ല. വേറൊരു സാധനം, അതായത് റെസിമിക് മിക്സ്ചേഴ്സ് എന്ന് പറയും. ഇതൊരു അധികാരം കേൾക്കാത്ത പോലത്തെയാണ്, അങ്ങനെ എല്ലാവരും ഒന്നും പഠിക്കലില്ല. അത് വെച്ചാൽ എൻട്രൻസിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് പറയാം. നമ്മളിപ്പോൾ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തല്ലോ. നമ്മളെടുത്തത് ആൽക്കൈൽ ഹാലൈഡ് ഇത് നടക്കില്ല, ഞാൻ പറയുന്നത് ഇപ്പം നടക്കില്ല. വേറെ ആൽക്കൈൽ ഹാലൈഡ്, അപ്പോൾ നമ്മളെടുത്ത ഈ ആൽക്കൈൽ ഹാലൈഡ് നമ്മളെടുത്ത ഇതേപോലെ വേറെ ഉണ്ടാവുമല്ലോ ആൽക്കൈൽ ഹാലൈഡ്, ഇത് മാത്രമല്ലാണ്ട്. ഇപ്പം ക്ലോറിനാണ് നമ്മളെടുത്തത്, അവിടെ ബ്രോമിൻ വരാം, ഫ്ലൂറിൻ വരാം, ഒക്കെ എല്ലാം വരാം. അപ്പോൾ ഈ ആൽക്കൈൽ ഹാലൈഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ, ഒപ്റ്റിക്കലി ആക്റ്റീവ് അഥവാ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇതാക്കാൻ പറ്റുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ, ഒപ്റ്റിക്കലി ആക്റ്റീവ് പഠിച്ചിട്ടുണ്ടാവും, കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനകത്തും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവസാനം സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അതിനെ നമുക്ക് റെസിമിക് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കാം. കാരണം എന്താ, അതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ബോത്ത് ഡെക്സ്ട്രോന് ലീവോ റൊട്ടറേറ്ററി സാധനങ്ങളുണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ സാധനമില്ലേ, ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഈ ലീവോ റൊട്ടറേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ട്, ഡെക്സ്ട്രോ റൊട്ടറേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവുന്ന പറഞ്ഞത്. ഈ ഫിനോമിന നമ്മളെന്ത് വിളിക്കൂ, റെസിമൈസേഷൻ എന്ന് വിളിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അതൊന്ന് പേര് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണെന്നുള്ളത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ റിയാക്ഷനും സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ റിയാക്ഷൻ SN1 SN2 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.